ഹലോ ഹായ് ക്യൂട്ടീസ്, എന്നാ ഉണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഇഷ്ടംപോലെ ഈ ടാഗൊക്കെ കിട്ടിയ സാധനങ്ങൾ കാണത്തില്ലേ, അതൊക്കെ എടുത്ത് കളയും. ഞാനാണ് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കും കേട്ടോ. അപ്പോൾ അത് വെച്ച് നമ്മൾ കളർ പെയിൻറ്റൊക്കെ അടിച്ച ശേഷം ഈ യൂസ് ചെയ്യുന്ന നമ്മുടെ ഈ ഹാർട്ട് പോലെ സാധനം ക്ലേ ആണ്. അതിൻ്റെ വീഡിയോ എടുത്തപ്പോൾ അങ്ങനെ എവിടെയാണെന്ന് അറിയത്തില്ല, കാണാൻ പോയേ. അപ്പോൾ ഈ ക്ലേ വെച്ച് കുറച്ച് ഹാർട്ടൊക്കെ ഉണ്ടാക്കി അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ കുറച്ച് കളറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഒരു കീച്ചേനായിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ബുക്ക് മാർക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാമല്ലോ, ഇങ്ങനെ ഒന്ന് ട്രൈ നോക്ക് കേട്ടോ. അപ്പം രണ്ടാമത്തെ നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് നമ്മളൊരു ഒരു സ്റ്റോറേജ് ബോക്സ് ഉണ്ടാക്കുവാണേ. ഇപ്പം ഈ സ്റ്റോറേജ് ബോക്സ് ഉണ്ടാക്കുന്ന കണ്ടെയ്നർ നിങ്ങൾക്ക് നിങ്ങളിലൊക്കെ നെയിൽ പോളിഷൊക്കെ യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു കണ്ടെയ്നറില്ലേ, അത് വെച്ചാൽ കുഞ്ഞു ക്രീമിൻ്റെ ആണെങ്കിലും മതി കേട്ടോ. ഈ ഫുഡ് ക്രീം ഹാൻഡ് ക്രീം കിട്ടുമ്പോൾ കിട്ടുന്നേ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ കുറേ സാധനം, ഇത് എന്നാത്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ സേഫ്റ്റി പിന്നോ ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്ലൂടൂത്ത് ഡ്രൈവോ എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ ആണെങ്കിൽ അത് ബാഗിനകത്ത് കിടന്ന് നമ്മൾ കുറച്ച് നാളാകുമ്പോൾ അലത്തുകൊളുത്ത് പോലെ കിടക്കും, എടുക്കാനും പറ്റത്തില്ല, എല്ലാം കൂടെ കുഴഞ്ഞു പറഞ്ഞെടുക്കും, തപ്പിയോട്ട് കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ വെക്കാൻ പറ്റുമോ സ്റ്റോറേജ് ബാഗ്സ് ആയിട്ട് യൂസ് ചെയ്യാന്ന് വെച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു വാട്ടർമെലൺ ഡിസൈൻ ആ വരയ്ക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ചോ അല്ലെങ്കിൽ എന്ത് പൂക്കളോ കായകളോ എന്ന് വേണമെങ്കിൽ വരച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അത് വരച്ച ശേഷം ഇപ്പം നിങ്ങൾക്ക് കീ ചെയിനായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഒരു ചെറിയ ഹോള് താഴത്തിലിട്ട് അതിൻ്റെ തൊട്ടൊരു കുഞ്ഞ് കമ്പിയൊക്കെ ഇങ്ങനെ വളച്ച് കയറ്റിയാൽ നമുക്ക് കീ ചെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിങ്ങനെ വെച്ചാൽ മതി. ഇനിയിപ്പം നമുക്ക് ഞാൻ ആ വാട്ടർമെലൺ ഡിസൈൻ വരച്ച് കൊടുക്കുവാണേ. ഇനി അക്രിലിക് പെയിന്റ് ആയതുകൊണ്ട് ഒന്ന് 2 കോട്ട് അടിച്ചേക്കാം, പ്ലാസ്റ്റിക് അല്ലയോ. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെക്കുകയും ചെയ്യാം. ഇപ്പം കീച്ചേനായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ തന്നെ ഒരു ബോക്സ് ആയിട്ട് യൂസ് ചെയ്യും. പെട്ടെന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്തൊന്ന് തപ്പി പിടിച്ചാൽ മതിയില്ല, തുറന്ന് നോക്കിയാൽ മതിയല്ലോ. അപ്പം എല്ലാത്തിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് ഇങ്ങനെ പറ്റും. എന്നാ നിങ്ങൾക്കിത് ചെയ്തുകൂടെ? പറ്റുമെന്നേ, ഇതൊക്കെ പറ്റുന്ന കാര്യം തന്നെയാണ്. ചെറിയ ചെറിയ കണ്ടെയ്നറൊക്കെ എന്തിനാ കളയണത് ഇങ്ങനെ? അപ്പം നമ്മുടെ വാട്ടർപോലെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് തുറന്നു നോക്കി അതിനകത്ത് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വെച്ചാൽ സേഫ്റ്റി പിന്നും ഈ തലയിടുന്നതോ മോതിരവോ എന്നാ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് വെക്കാമേ. അപ്പം ഇതുകൊണ്ട് ഈ ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടി ഇച്ചിരി പാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റിക്കറൊക്കെ നമ്മൾ ഏതെങ്കിലും കവായ സ്റ്റിക്കറോ ഒക്കെ ഒട്ടിച്ചാലും മതി കേട്ടോ. അപ്പം നമുക്ക് യൂസ് ചെയ്താൽ പോരെ. അപ്പം ഞാനും നിങ്ങളെ കാണിച്ചെന്നുള്ള ഐഡിയ. കീ ചെയിൻ ഇങ്ങനെ തൂക്കിയിടാൻ പറ്റും, ഇല്ലെങ്കിൽ ഇതൊന്നും വലിയാലും നിങ്ങൾക്ക് അകത്ത് ഇങ്ങനെ തൂക്കി വെച്ചാലും മതി കേട്ടോ. അപ്പോൾ കീ ചെയിൻ വെച്ചാൽ യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ പിന്നെ സൂക്ഷിച്ച് വെക്കാൻ സാധനങ്ങളൊക്കെ ഉള്ള ബോക്സായേ നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയാൻ വേണ്ട. ഇഷ്ടംപോലെ കണ്ടെയ്നർ കിട്ടുന്നതല്ലേ, നെയിൽ പോളിഷൊക്കെ ഇഷ്ടംപോലെ അടിക്കുന്നതല്ലേ. എൻ്റെ പണ്ടത്തെ വീക്ക്നെസ് ആയിരുന്നു, ഇപ്പോഴത്തെ വീക്ക്നെസ് ആണ് ഈ നെയിൽ പോളിഷ്. അപ്പോൾ അത് തുടയ്ക്കുക ഇടുക ഇതന്നെ പരിപാടി. അപ്പം എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഒന്ന് പറയുന്നേ, എന്തേലും ഇത്തിരി ഇട്ട് നോക്കുന്നുണ്ടോ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടി? ഇതെൻ്റെ കെട്ടിയോണ്ടാണ്. അപ്പം ഞാൻ ഇട്ട് വെച്ചേക്കാന്ന് വെച്ചു. പെട്ടെന്ന് വയ്ക്കുമ്പോൾ മറന്നു പോകും ചെയ്ത് എവിടെ വെച്ചതെന്ന് അറിയത്തില്ല. അപ്പം ബാഗിനകത്ത് ഇങ്ങനെ കിടക്കുന്നതിലും ഇങ്ങനെ ഇടുന്നാലും നല്ല. അപ്പം അടുത്ത ഐഡിയ എന്ന് നമ്മളത് പറയുന്നത്, ഇഷ്ടംപോലെ ഫുഡൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ ട്രിങ്കറ്റ് ട്രേ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അത് വെച്ച് എന്നാന്നറിയോ, അത് ഇതുണ്ടോ എന്താ അടപ്പുകളൊക്കെ ഇഷ്ടംപോലെ ഫുഡിൻ്റെ കിട്ടത്തില്ലയോ? ഉണ്ടെന്ന് നിങ്ങളുടെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതിപ്പോൾ അത് വെച്ചൊരു ട്രിങ്കറ്റ് ട്രേ ഉണ്ടാക്കാമെന്ന് വെച്ചേ. അപ്പോൾ അതിന് ഞാൻ ആദ്യം വെള്ള പെയിന്റ് അടിച്ച് വെക്കുന്നേ ഉള്ളൂ. കാരണം വെള്ള കളറാണ് നിങ്ങൾ അടിച്ചില്ലേലും കാര്യമില്ല. ഇപ്പം വെള്ള അല്ല, ഇത് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് ഞാൻ വെള്ളം അടിക്കുന്നത്. കാരണം അതിന് മുകളിൽ കുറേ ഏതാണ്ട് കുത്തുവരക്കുള്ളൊക്കെ ഉണ്ടേ. പിന്നെ ഈ ക്ലേ ഒരു വട്ടം യൂസ് ചെയ്തു, അതിൻ്റെ അറ്റമൊക്കെ ഇങ്ങനെ പൊങ്ങി ഇരിക്കുന്നത് എല്ലാം പോലെ. എന്നാണെന്നറിയാമോ, അതിൻ്റെ അറ്റം ഉണങ്ങിപ്പോയെന്നേ. ഇത് ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ പിന്നെ നമ്മൾ നോക്കത്തില്ല. അപ്പം ഞാൻ ഇത് വെച്ച് തന്നെ ഫുൾ ഉണ്ടാക്കുന്നു. അപ്പം എൻ്റെ ആകെപ്പാടെ എല്ലാ ക്ലേയുടെയും ഇച്ചിരിച്ച് സാധനങ്ങളേ ഉണ്ടല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, എല്ലാം കൂടി മിക്സായി കുറേ ബോളാക്കി ഉണ്ടാക്കുന്ന വെച്ചാൽ കുറേ കളർ വെച്ച് അങ്ങനെ കുറേ ബോളുകൾ ഉണ്ടാക്കുവാണേ. എന്നിട്ട് ഇങ്ങനെ കുറേ ബോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എല്ലാ ബോളും പല കളറായിരുന്നു. എനിക്കാണ് സത്യത്തിൽ ഇത് ഇങ്ങനെ കിളി വെച്ച് മാത്രം ഉണ്ടാക്കണം എന്നുണ്ട്. പക്ഷേ നമ്മുടെ ആകെപ്പാടെ ഈ കിള ഇത്രയുണ്ട്, എല്ലാ കിളയും ഇച്ചിരിയേ ഉള്ളൂ. അപ്പം ഇതെന്നാ പറയാനാ, ഇതിനകത്തില്ല ഇങ്ങനെ ഇതിങ്ങനെ ഒട്ടിച്ച് വെക്കണം കേട്ടോ. ഒട്ടിച്ച് വെച്ച് ഗ്ലൂഗൺ വെച്ചോ എന്തെങ്കിലും വെച്ച് ഒട്ടിച്ച് വെച്ച ശേഷം ഞാൻ നോക്കിയപ്പോൾ തോണ്ടേ ആകെ ഈ പർപ്പിൾ കളറ് തീരുന്നില്ല, ഇത് എത്തുന്നില്ല. പിന്നെ 2-3 കളർ, എനിക്കാണ് ആ ബ്ലൂ കളർ ഒരു മഞ്ഞയും ബ്ലൂവും കൂടി ചേർന്ന ഒരു പച്ച ഏതാണ് ചേർന്ന് ഇപ്പം ഞാൻ അടിക്കുന്ന കളറിലെയോ ആ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് പക്ഷേ ഫുള്ളി ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ മുകളിൽ നമുക്ക് ഒറ്റ കളറാക്കിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്നാന്ന് വെച്ചാൽ നമ്മുടെ പേസ്റ്റ് കളറിലെ അക്രിലിക് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ കളർ അടിക്കാം, ഇല്ലെങ്കിൽ മൾട്ടി കളറൊക്കെ എന്നാ ആണെങ്കിലും നിങ്ങൾക്ക് അടിക്കാം. അപ്പം നമ്മൾ ക്ലേ വെച്ച് ഒത്തിരി ക്ലേ ഇല്ലെങ്കിൽ നമുക്ക് കുഞ്ഞായിട്ട് നമ്മുടെ വീട്ടിൽ സാധനം വെച്ച് ഒരു ട്രിങ്കറ്റ് ഡിഷായില്ലേ. ഇഷ്ടംപോലെ ട്രിങ്കറ്റ് ഡിഷൊക്കെ ഉണ്ടാക്കുന്നല്ലയോ, നമ്മൾ ഇഷ്ടംപോലെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പം നമ്മുടെ ഈസി ആയിട്ട് നമ്മുടെ ട്രിങ്കറ്റ് ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇതിന് മോളിൽ ഞാൻ ഇച്ചിരി നമ്മുടെ
വാർണിഷോ നെയിൽ പോളിഷോ എല്ലാം അടിച്ചു കൊടുത്തേക്കേ, അതിപ്പോൾ ഒരു ഷൈനിങ് ആവുമേ. അപ്പം നമ്മുടെ സാധനമൊക്കെ ഇട്ട് വെക്കുകയാണ്. എന്നാ വേണമെങ്കിലും ഇട്ട് വെക്കാം നിങ്ങൾക്ക്. നിങ്ങളുടെ കളേഴ്സ് വേണമെങ്കിൽ ഇതിനായിട്ട് ഇട്ട് കൊടുക്കാം, എന്നാ വേണമെങ്കിൽ. അപ്പം നമ്മുടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 2-3 കൂടെ ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു, സമയമില്ലാത്ത ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ 3 വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റ് എങ്ങനെയുണ്ടെന്ന് ട്രൈ നോക്കിയിട്ട് അഭിപ്രായം പറയണം.